So here is one more program in 8051 microcontroller. So the question is this, write a program to find the largest of n numbers. 10 numbers are stored in the internal RAM location from address 12H. Write a program to find largest of these 10 numbers. Store result in the accumulator. 12H എന്നുള്ള അഡ്രസ് ലൊക്കേഷൻ തൊട്ട് 10 അഡ്രസ് ലൊക്കേഷനിലുള്ള 10 നമ്പേഴ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ നമ്പേഴ്സിൽ ഏതാണ് ഏറ്റവും വലിയ നമ്പർ എന്ന് കണ്ടുപിടിച്ചിട്ട് ആ നമ്പർ അക്യുമുലേറ്റർ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. അതിനടിസ്ഥാനമാക്കിയിട്ടൊരു പ്രോഗ്രാമാണ് നമുക്ക് അസംബ്ലി ലാംഗ്വേജിൽ 8051 മൈക്രോ കൺട്രോളറിനെ ബേസ് ചെയ്തിട്ട് എഴുതേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ പറഞ്ഞ പോലെ 10 മെമ്മറി ലൊക്കേഷൻസ് അസ്യൂം ചെയ്യാണ്. ഇന്റേണൽ റാമിലെ അഡ്രസ് ലൊക്കേഷൻസ് ആണ് 12H, 13H, 14H, 15H അപ് ടു 21H വരെ. ഞാൻ 10 ലൊക്കേഷൻസ് അഡ്രസ് ലൊക്കേഷൻസ് എടുത്തിട്ടുണ്ട്. ഈ ഓരോ അഡ്രസ് ലൊക്കേഷനിലും ഓരോ നമ്പേഴ്സ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സപ്പോസ് ഐ എം സെയിങ് 12H സ്റ്റോറിങ് ഹാവിംഗ് N1 നമ്പർ, 13Hലുള്ള ഡാറ്റ N2 ആണ്, 14Hലെ N3 എന്നുള്ള നമ്പറാണ്, 15Hലെ N4 എന്നുള്ള നമ്പറാണ്, അങ്ങനെ 21Hലെ N10 എന്നുള്ള നമ്പറാണ് ഞാൻ സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു 10 മെമ്മറി ലൊക്കേഷൻസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന നമ്പേഴ്സിൽ ഏതാണ് ലാർജസ്റ്റ് നമ്പർ എന്ന് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ R0 എന്നുള്ള രജിസ്റ്ററിനെ പോയിന്ററായിട്ട് എടുത്തിരിക്കുകയെന്നാണ്. ഫസ്റ്റ് പോയിന്റ് ടുവേഴ്സ് 12H അഡ്രസ് മെമ്മറി ലൊക്കേഷൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ R0 ഈ 12Hലുള്ള ഡാറ്റനെ റീഡ് ചെയ്യണം. റീഡ് ചെയ്ത ഡാറ്റനെ അക്യുമുലേറ്റർ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. എന്ത് ചെയ്യണം? R0 എന്നുള്ള രജിസ്റ്റർ ആദ്യം 12H എന്നുള്ള അഡ്രസ്സിലുള്ള ഡാറ്റയെ റീഡ് ചെയ്തിട്ട് അതിനെ എവിടേക്ക് മൂവ് ചെയ്ത് വെക്കണം? അക്യുമുലേറ്റർ രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്ത് വെക്കണം. Then we need to increment the R0. So R0 will point to next memory location, that is 13H. Then we will read this value N2 and we can store this in any register, say suppose say R6. Okay. So first number is stored in accumulator and the second number is stored in R6. Then we will compare these two numbers which are stored in the accumulator and the register R6. So if the value of the accumulator remains greater than the value in R6 register, then the values of accumulator and the register R6 will remain as such itself. There will not be any change in the values of accumulator and R6 register. And if the value stored in accumulator is smaller than the register R6, accumulator store ചെയ്ത value ആണ് ചെറിയ value R6 store ചെയ്ത വാല്യൂനേക്കാളും എങ്കിൽ, then what we'll do is നമ്മൾ R6 നിലവിൽ ഇപ്പോൾ ഉള്ളത് വലിയ വാല്യൂ. ആ വലിയ വാല്യൂനെ നമ്മൾ it will move the content of R6 to the accumulator register. So this means in all the time largest number will always be saved in the accumulator register. നമ്മളിപ്പോൾ എന്താ ചെയ്തത്? R0 വെച്ച് 12H അഡ്രസ്സിലത്തെ വാല്യൂനെ റീഡ് ചെയ്തു, അതിനെ അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്തു, ഇൻക്രിമെന്റ് ചെയ്തു, 13H ലൊക്കേഷനിൽ വന്നു. R0 ആ 13Hലത്തെ N2 വാല്യൂനെ റീഡ് ചെയ്തിട്ട് എവിടേക്ക് മൂവ് ചെയ്ത് വെച്ച വാല്യൂനെ R6 രജിസ്റ്ററിൽ മൂവ് ചെയ്ത് വെച്ചു. എന്നിട്ട് അക്യുമുലേറ്ററിലെയും R6ലത്തെയും വാല്യൂസിനെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അക്യുമുലേറ്ററിലാണ് വലുത് എപ്പോഴും വരേണ്ടത്. വലുത് തന്നെയാണ് അക്യുമുലേറ്ററിൽ, വലിയ സംഖ്യ അക്യുമുലേറ്ററിൽ തന്നെയാണെങ്കിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ആസ് സച്ച് കണ്ടന്റ് അങ്ങനെ തന്നെ റിമെയിൻ ചെയ്യും. ഇഫ് R6ലുള്ള വാല്യൂ ആണ് വലുതെങ്കിൽ അക്യുമുലേറ്ററിലുള്ള വാല്യൂ ചെറുതുമാണെങ്കിൽ R6ലത്തെ വലിയ വാല്യൂവിനെ അക്യുമുലേറ്ററിലേക്ക് മൂവ് ചെയ്ത് വെക്കും. സോ ഇപ്പൊ നമുക്ക് വലിയ വാല്യൂ നമുക്ക് ഇപ്പോൾ ഉള്ളത് ഇവിടെ തന്നെയാണ്, അക്യുമുലേറ്ററിൽ തന്നെയാണ്. Then again we will increment R0 register. 14Hലുള്ള അഡ്രസ്സിലുള്ള ഡാറ്റനെ റീഡ് ചെയ്തെടുത്തിട്ട് അതിനെ R6 രജിസ്റ്ററിലോട്ട് again മൂവ് ചെയ്ത് വെച്ചിട്ട് we will again compare this. Now we compare the values of accumulator and R6. So same thing, അക്യുമുലേറ്ററിലെ വാല്യൂ ആണ് വലുത്, R6ലെ വാല്യൂ ചെറുതുമാണെങ്കിൽ വാല്യൂസ് അങ്ങനെ തന്നെ നിൽക്കും. വലിയ വാല്യൂ എപ്പോഴും നമ്മൾ എവിടെ കിടക്കാനാണ് ഉദ്ദേശിക്കുന്നത്? അക്യുമുലേറ്ററിലാണ്. പക്ഷെ അല്ല, നമ്മളിവിടെ 14Hൽ ഇൻക്രിമെന്റ് ചെയ്ത ലൊക്കേഷനിലുള്ള വാല്യൂ ആണ് നമ്മൾ R6ലോട്ട് മൂവ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വാല്യൂ ആണ് വലുതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇഫ് ദ വാല്യൂ ഓഫ് R6 is greater than accumulator,
Again, we will move the content of this accumulator to, the content of R6 register to accumulator. Again, വലിയ വാല്യൂവിനെ എങ്ങോട്ട് മാറ്റി? അക്യുമുലേറ്ററിലോട്ട് മാറ്റപ്പെട്ടു. And now we will again increment this R0 and repeat all these steps 9 times. So for repeating these steps 9 times, we need to initialize the counter. 9 പ്രാവശ്യം ഇത് നടന്നു എന്ന് അറിയാൻ വേണ്ടി, എന്ന് വെച്ചാൽ ഓരോ രജിസ്റ്ററിലെയും വാല്യൂ അല്ലെങ്കിൽ ഓരോ അഡ്രസ് ലൊക്കേഷനത്തെയും വാല്യൂ നമുക്ക് കമ്പയർ ചെയ്ത് പോകണം. സോ വി നീഡ് 9 steps to complete the comparison. ഫോർ ദാറ്റ് ആ ഒരു 9 സ്റ്റെപ്പ് നമുക്ക് റിപ്പീറ്റേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൗണ്ട് ചെയ്യണം അല്ലേ, 9 പ്രാവശ്യം നടന്നു ഇല്ല എന്നുള്ളത്. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു കൗണ്ടറിനെ ഇനീഷ്യലൈസ് ചെയ്ത് വെക്കും. അപ്പോൾ കൗണ്ടറിൽ എത്ര വാല്യൂ ആയിരിക്കും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കേണ്ടി വരിക? 9 times 9 അല്ലേ, 9 എന്നുള്ള വാല്യൂ. കാരണം 9 times ഈ കൗണ്ടർ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം ഏത് വാല്യൂ ആണ് വലുത്. വലിയ വാല്യൂ R6 അതിന്റെ വാല്യൂ അക്യുമുലേറ്ററിലേക്ക് മൂവ് ചെയ്യണം. അക്യുമുലേറ്ററിലാണെങ്കിൽ ഒരു വ്യത്യാസം വരുത്തണ്ട, അക്യുമുലേറ്ററിലത്തെ വാല്യൂ അവിടെ തന്നെ സേവ് ചെയ്ത് വെച്ചാൽ മതി. ആ രീതിയിൽ നമുക്ക് കമ്പാരിസൺ 9 times ഇവിടെ പെർഫോം ചെയ്യേണ്ടതായിട്ട് വരും. Now we can look the flow chart of this question. So first we need to initialize the counter to 9, just because we are going to repeat this same steps 9 times, right? For that we can use any register. Say I am using R7 register and load register with value 9. Next we will use the register R0 to read the content of 12H address location, and R0 will read the value of address location 12H and move the values to the accumulator register. So now we need to copy the content of this 12H register to the accumulator. So അതിനുവേണ്ടി ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് ഞാൻ ഇവിടെ യൂസ് ചെയ്യും. മൂവ് A,@R0. R0യിലുള്ളത് ഒരു അഡ്രസ് ലൊക്കേഷൻ ആണ്. ആ അഡ്രസ് ലൊക്കേഷനിലുള്ള നമ്പർ എന്താണോ, സപ്പോസ് N1 ആണെങ്കിൽ ആ നമ്പർ N1നെ എവിടേക്ക് മൂവ് ചെയ്യണം? അക്യുമുലേറ്ററിലോട്ട് മൂവ് ചെയ്യണം. സോ കോപ്പി ദ കണ്ടന്റ് ഓഫ് മെമ്മറി പോയിന്റഡ് ബൈ R0 in R0 in accumulator. Next we need to increment the R0 register. So R0 will now pointing towards the 13H memory location. R0 13H എന്നുള്ള അഡ്രസ് ലൊക്കേഷൻ ആവും ഉണ്ടാവുക. ഇപ്പൊ R0 13H അഡ്രസ് ലൊക്കേഷൻ ആണ്. Now we will use again indirect addressing mode. Move R6, @R0. എന്ന് വെച്ചാൽ R0 അഡ്രസ് ലൊക്കേഷൻ 13H ആണ്. ആ അഡ്രസ് ലൊക്കേഷനിലുള്ള കണ്ടന്റിനെ എടുത്ത് R6 രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്യണം. Now we will copy the content of the memory pointed by R0 in R6. R0 ഇപ്പോൾ ഉള്ളത് 13H എന്നുള്ള അഡ്രസ് ലൊക്കേഷൻ ആണ്. ആ 13H അഡ്രസ് ലൊക്കേഷനിലുള്ള വാല്യൂ സപ്പോസ് N2 ആണെങ്കിൽ N2 എന്നുള്ള ഡാറ്റനെ എവിടേക്ക് മൂവ് ചെയ്യണം? R6 എന്നുള്ള രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്യണം. Now we need to compare the values of accumulator and the register R6. So if the value of the accumulator is greater than R6, if the content of the accumulator is greater, we don't need to do anything else. അക്യുമുലേറ്ററിലാണ് എപ്പോഴും ലാർജസ്റ്റ് വാല്യൂ ഉണ്ടാവേണ്ടത്. ബട്ട് അക്യുമുലേറ്ററിലല്ല ലാർജസ്റ്റ് വാല്യൂ ഉള്ളത്. ഇഫ് ദ ലാർജസ്റ്റ് വാല്യൂ ഇസ് ഇൻ ദ R6 register, then we need to do? We need to move the content of the register R6 to the accumulator register. That's what we have shown here. Accumulator register വാല്യൂ വലുതാണ്, R6 വാല്യൂ ആണ് ചെറുതെങ്കിൽ we don't need to do anything. Just decrement the counter. അടുത്ത ലൊക്കേഷനിൽ പോയിട്ട് അടുത്ത അഡ്രസ്സിലത്തെ ഡാറ്റേനെ എടുത്ത് R6 കൊണ്ടുവന്ന് വെച്ചിട്ട് ആ ഡാറ്റേനെയും അക്യുമുലേറ്റഡ് രജിസ്റ്ററിൽ ഇപ്പോൾ കിടക്കുന്ന നിലവിലെ വലിയ ഡാറ്റേനെയും കൂടിയിട്ട് കമ്പയർ ചെയ്യാണ് നമുക്ക് വേണ്ടത് അല്ലേ. ബട്ട് ഇഫ് ഇറ്റ്സ് നോട്ട് ദ കേസ്, അക്യുമുലേറ്ററിലത്തെ വാല്യൂ ചെറുതും R6 രജിസ്റ്ററിന്റെ വാല്യൂ വലുതുമാണെങ്കിൽ what we need to do? We need to move the content of the register R6 to the accumulator register. So to compare the values in accumulator and R6, we will use CJNZ. CJNE ആണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യണം? അക്യുമുലേറ്റർ രജിസ്റ്ററിലത്തെ വാല്യൂവും രജിസ്റ്റർ R6 എന്നുള്ളത് ഇന്റേണൽ മെമ്മറി ലൊക്കേഷൻ ബാങ്കിലത്തെ ആണ്. അതുകൊണ്ട് നമുക്കിവിടെ ഡയറക്റ്റ് മെമ്മറി അഡ്രസ് യൂസ് ചെയ്യും. 06 എന്നുള്ള ഡയറക്റ്റ് മെമ്മറി അഡ്രസ് ഞാനിവിടെ കൊടുക്കുകയാണ്. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ R6 എന്നുള്ള അഡ്രസ്സിലുള്ള വാല്യൂവും അതുപോലെ തന്നെ അക്യുമുലേറ്ററിലുള്ള വാല്യൂവും തമ്മിൽ എന്ത് ചെയ്യും? കമ്പയർ ചെയ്യപ്പെടും. സോ വി ആർ യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ CJNE ഹിയർ.
ഇവര് കമ്പയർ ചെയ്തതിന് ശേഷം ഇഫ് അക്യുമുലേറ്ററിലത്തെ വാല്യൂ അല്ല വലുത്, R6ലത്തെ വാല്യൂ ആണ് വലുതെങ്കിൽ ഇറ്റ് വിൽ ജംപ് ടു L1 എന്ന് പറയുന്ന ലൂപ്പിലോട്ട് ജമ്പ് ചെയ്യും. ഓക്കെ, L1. സോ കമ്പയർ ചെയ്യും, അക്യുമുലേറ്റീവ് R6ലത്തെയും വാല്യൂസ് കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്തിട്ട് R6ലത്തെ വാല്യൂ ആണ് വലുതെങ്കിൽ എവിടേക്ക് ജമ്പ് ചെയ്യും? L1 എന്നുള്ള ലൂപ്പിലോട്ട് ജമ്പ് ചെയ്യും. ഇവിടെ കമ്പയർ ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കമ്പാരിസൺ ചെയ്യാൻ പറയുമ്പോൾ അവിടെ നടക്കുന്നത് എന്താന്ന് വെച്ചാൽ അക്യുമുലേറ്റർ രജിസ്റ്ററിലത്തെ കണ്ടന്റും R6 രജിസ്റ്ററിലത്തെ കണ്ടന്റും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാണ്. അപ്പോൾ ഇഫ് ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്യുന്ന കേസിൽ രണ്ട് കേസ് വരാം. ഇഫ് ഏത്തെ വാല്യൂ ഗ്രേറ്റർ ദാൻ R6 ആണെങ്കിൽ സോ ദർ ഈസ് നോ നീഡ് ഫോർ ദ ക്യാരി ഫ്ലാഗ്. ആ ഒരു കേസിൽ ക്യാരി ഫ്ലാഗ് 0 ആയിരിക്കും. ബട്ട് ഇഫ് അക്യുമുലേറ്ററിലത്തെ വാല്യൂ ലെസ് ദാൻ R6 ആണെങ്കിൽ എന്തായാലും ബോറോ ചെയ്യേണ്ടി വരും സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെ? അക്യുമുലേറ്ററിലുള്ളത് എന്താണ്? ചെറുതും R6ലുള്ളത് വലുതുമാണ്. ചെറുതിൽ നിന്ന് വലുത് നമ്മൾ മൈനസ് ചെയ്യുന്ന സമയത്ത് ഓഫ്കോഴ്സ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? എന്തെങ്കിലും ബോറോ കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ക്യാരി ഫ്ലാഗ് അവിടെ 1 ആയിട്ട് സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ നമ്മളിപ്പോൾ കമ്പാരിസൺ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എയിലുള്ള അക്യുമുലേറ്ററുള്ള വാല്യൂ തന്നെയാണ് വലുത്, R6ലത്തെ വാല്യൂ ചെറുതാണെങ്കിൽ ക്യാരി ഫ്ലാഗിന്റെ ആവശ്യം ഇല്ല, അല്ലെ? എന്നുവെച്ചാൽ വലുതിൽ നിന്ന് ചെറുതാണ് കുറയ്ക്കുന്നത്. സോ ദർ ഇസ് നോ നീഡ് ഓഫ് എ ക്യാരി ഫ്ലാഗ്. ദാറ്റ് ടൈം വി വിൽ സെറ്റ് ദ ക്യാരി ഫ്ലാഗ് ആസ് 0. ബട്ട് ഇഫ് ദ അക്യുമുലേറ്റർ, ഇതല്ല കേസ്, അക്യുമുലേറ്ററിലത്തെ വാല്യൂ ചെറുതും R6ലത്തെ വാല്യൂ വലുതുമാണെങ്കിൽ വി വിൽ സെറ്റ് ദ ക്യാരി ഫ്ലാഗ് ടു 1 ആൻഡ് content of the R6 register will be shifted to the accumulator register. And if it is yes, accumulator ആണ് വലുതെങ്കിൽ there is no need to do any other operation ചെയ്യണ്ട. വാല്യൂ അങ്ങോട്ട് മൂവ് ചെയ്യുന്നു വേണ്ട. വലുത് എപ്പോഴും എവിടെ തന്നെയാണ് ഇരിക്കുന്നത്? അക്യുമുലേറ്ററിലാണ്. വി ജസ്റ്റ് ഡിക്രിമെന്റ് ദ കൗണ്ടർ കൗണ്ട്, അല്ലെ? സോ ഹിയർ ദ കൗണ്ടർ വിൽ ഡിക്രിമെന്റ് ഇറ്റ് കൗണ്ട് ബൈ 1 ടൈം. ഒരു പ്രാവശ്യം അത് കൗണ്ടർ ഡിക്രിമെന്റ് ചെയ്യും. സോ ഈ ഒരു കേസിൽ R6ലെ വാല്യൂ ആണ് വലുതെങ്കിൽ R6ലത്തെ കണ്ടന്റ് നമ്മൾ അക്യുമുലേറ്ററിലോട്ട് മൂവ് ചെയ്യുന്നു പറഞ്ഞു. നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ എങ്ങനെയായിരിക്കും? മൂവ് ദ വാല്യൂ ഓഫ് R6 ടു അക്യുമുലേറ്റർ A. സോ മൂവ് A, R6. ഇത് ഈ ഒരു ആക്ഷൻ ഇവിടെ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വേണ്ടത്? എഗെയിൻ ഡിക്രിമെന്റ് ദ കൗണ്ടർ ടു 1. A ആണ് വലുതെങ്കിൽ, അക്യുമുലേറ്റഡ് വാല്യൂ ആണ് വലുതെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ഡിക്രിമെന്റ് ദ കൗണ്ടർ 1 ടൈം. ബട്ട് ഇഫ് R6ലത്തെ വാല്യൂ ആണ് വലുതെങ്കിൽ R6ലത്തെ വാല്യൂ അക്യുമുലേറ്ററിലേക്ക് മൂവ് ചെയ്യുക, എന്നിട്ട് ഡിക്രിമെന്റ് ദ കൗണ്ടർ ബൈ 1 ചെയ്യുക. Now we will check the counter is 0 or not. ഡിക്രിമെന്റ് ചെയ്ത് 9 പ്രാവശ്യം ഡിക്രിമെന്റ് ചെയ്ത് കഴിഞ്ഞോ, 0 ആയോ എന്ന് നോക്കും. കൗണ്ടർ 0 ആയിട്ടില്ലെങ്കിൽ we will repeat this process again, കൗണ്ടർ 0 ആവുന്നത് വരെ. ഇഫ് ദ കൗണ്ടർ is 0, 9 പ്രാവശ്യം എല്ലാ കമ്പാരിസൺസും കഴിഞ്ഞു, ഇല്ല വലിയ വാല്യൂ ഇപ്പൊ ഉള്ളത് നമുക്ക് അക്യുമുലേറ്ററിൽ തന്നെയാണ്. Now we can end this process. ഇനി കൗണ്ടറിൽ 0 അല്ല എന്ന് വെച്ചാൽ കൗണ്ടർ 0 ആയിട്ടില്ല, മുഴുവൻ കമ്പാരിസൺ കഴിഞ്ഞിട്ടില്ലെങ്കിൽ what we need to do is we need to jump, അല്ലെ? The counter is 0, then we need to move to this spot. എന്ന് വെച്ചാൽ R0നെ പിന്നെയും അടുത്ത പ്രാവശ്യം ഇൻക്രിമെന്റ് ചെയ്യുക, അടുത്ത ലൊക്കേഷനിൽ പോവുക, ആ ലൊക്കേഷനിലുള്ള അഡ്രസ്സിലത്തെ കണ്ടന്റ് എന്താണോ അതിനെ നമ്മൾ പിന്നെയും റീഡ് ചെയ്തിട്ട് R6ലേക്ക് മാറ്റുക. R6ഉം Aയും തമ്മിൽ പിന്നെയും കമ്പയർ ചെയ്യുക. ദിസ് ഓപ്പറേഷൻ വി നീഡ് ടു കണ്ടിന്യൂ until the counter becomes 0. And when the value of the counter is 0, എന്ന് വെച്ചാൽ 9 വാല്യൂസും കമ്പയർ ചെയ്തു, എല്ലാ വാല്യൂസും കമ്പയർ ചെയ്ത് കഴിഞ്ഞു ആദ്യത്തെ വാല്യൂ ആയിട്ട്. ഏറ്റവും വലിയ വാല്യൂ ഉള്ളത് അക്യുമുലേറ്ററിൽ തന്നെയാണ്. So we are now having the largest value in the accumulator itself. Now we can end the process. Now we need to go to the assembly language program. So first of all നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ കൗണ്ടർ ഇനീഷ്യലൈസ് ചെയ്യണം. കൗണ്ടർ 9 ടൈംസ് കൗണ്ട് ചെക്ക് ചെയ്യേണ്ടത്, അല്ലെ? അതുകൊണ്ട് ഞാൻ ഒരു രജിസ്റ്റർ എടുക്കുകയാണ്, R7ലേക്ക് 09 എന്നുള്ള വാല്യൂ ഞാൻ R7ലേക്ക് മൂവ് ചെയ്ത് വെച്ചു. ഇത് കൗണ്ടർ ഇനീഷ്യലൈസേഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. സോ ഇനി കൗണ്ടർ ഇനീഷ്യലൈസ് ചെയ്തു, ഈ വാല്യൂ ആയിരിക്കും നമുക്ക് ഡിക്രിമെന്റ് ചെയ്ത് നോക്കേണ്ടത് ഒരു പ്രാവശ്യം. നമ്മൾ ഫർദർ സ്റ്റെപ്സിൽ കാണും. നെക്സ്റ്റ് എന്താണ് വേണ്ടത്? R0 എന്നുള്ള രജിസ്റ്റർ പോയിന്റ് ചെയ്യും എങ്ങോട്ട്? 12H എന്നുള്ള അഡ്രസ് ലൊക്കേഷനിലോട്ട്. 12H എന്നുള്ളത് എങ്ങോട്ട് മൂവ് ചെയ്തു? R0ലോട്ട് മൂവ് ചെയ്തു. ഇപ്പൊ R0ലുള്ളത് 12H എന്നുള്ള അഡ്രസ് ലൊക്കേഷൻ ആണ്. അടുത്തത് മൂവ് A, @R0. R0ലുള്ള അഡ്രസ് ലൊക്കേഷൻ എന്താണോ അതിൻ്റെ ഉള്ളിലത്തെ കണ്ടന്റ് എന്താണോ, സപ്പോസ് അത് N1 ആണെങ്കിൽ ആ കണ്ടന്റിനെ എടുത്തു കൊണ്ടുവന്നിട്ട് അക്യുമുലേറ്ററിൽ സേവ് ചെയ്ത് വെച്ചു. നെക്സ്റ്റ്
ആ ഫസ്റ്റ് നമ്പർ അക്യുമുലേറ്ററിൽ വന്നു കഴിഞ്ഞു. നെക്സ്റ്റ് ഇൻക്രിമെന്റ് R0 എന്നുള്ള പോയിന്റർ ഒന്നുകൂടെ ഇൻക്രിമെന്റ് ചെയ്തിട്ട് ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ 12H ആദ്യം. ഇപ്പൊ ഇൻക്രിമെന്റ് ചെയ്തിട്ടുണ്ടാവുക 13H എന്നുള്ള അഡ്രസ് ലൊക്കേഷനിലേക്ക് ആയിട്ടുണ്ടാവും. R0 13H എന്നുള്ള അഡ്രസ് ആവും വന്നിട്ടുണ്ടാവുക. ദെൻ മൂവ് R6, @R0 എന്ന് വെച്ചാൽ 13H എന്നുള്ള അഡ്രസ് ലൊക്കേഷനത്തെ കണ്ടന്റ് എന്താണോ ആ കണ്ടന്റിനെ R6 രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്ത് വെക്കും. ഇപ്പൊ നമുക്ക് അക്യുമുലേറ്ററിൽ ആദ്യത്തെ വാല്യൂ ഉണ്ട്, 12H അഡ്രസ്സത്തെ വാല്യൂ ഉണ്ടായിരുന്നു. നൗ രണ്ടാമത് എടുത്ത വാല്യൂ 13H വാല്യൂ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, അത് R6ലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. R6 ഹാവിംഗ് ദ സെക്കൻഡ് വാല്യൂ. അപ്പൊ നമുക്ക് അക്യുമുലേറ്ററിൽ ഒരു വാല്യൂ ഉണ്ട്, R6 രജിസ്റ്ററിൽ 13H വാല്യൂ ഉണ്ട്. അക്യുമുലേറ്ററിൽ 12H വാല്യൂ ഉണ്ട്, R6 രജിസ്റ്ററിൽ 13H ഇന്റേണൽ മെമ്മറി ലൊക്കേഷനത്തെ വാല്യൂ ഉണ്ട്. നമുക്കിനി ഇത് കമ്പയർ ചെയ്യണം. സോ യൂസിങ് ദ ഇൻസ്ട്രക്ഷൻ CJNE, കമ്പയർ ജംപ് നോട്ട് ഈക്വൽ. അപ്പൊ ആദ്യം തന്നെ ഈ അക്യുമുലേറ്ററും R6 രജിസ്റ്ററും നമ്മൾ കമ്പയർ ചെയ്യും. കമ്പയർ ജംപ് നോട്ട് ഈക്വൽ ആണ് അല്ലെ. എന്നുവെച്ചാൽ അക്യുമുലേറ്ററും R6 എപ്പോഴൊക്കെയാണ് ഈക്വൽ ആവാതിരിക്കുക? ഐദർ A can be greater than R6, ഇവിടെ ഈക്വൽ അല്ല, അല്ലെങ്കിൽ A can be less than R6, ഈ കേസിലും ഈക്വൽ അല്ല. ഈ രണ്ട് കണ്ടീഷൻ വന്നു കഴിഞ്ഞാലും എങ്ങോട്ട് ജമ്പ് ചെയ്യണം? ആ L1 എന്നുള്ള ലൂപ്പിലോട്ട് ജമ്പ് ചെയ്യണം. സോ നമുക്ക് ഈക്വൽ അല്ലാത്തൊരു കണ്ടീഷനാണ് വന്നതെന്ന് വിചാരിക്കുക. സോ വി വിൽ ജംപ് ടു L1. സോ L1 എന്താണ് എഴുതിയിരിക്കുന്നത്? JNC അല്ലെ, ജംപ് നോ ക്യാരി ടു L2. ഇനി ഇവിടെ പറയുന്നത് കമ്പയർ ചെയ്തിട്ട് ഇതിലത്തെ രണ്ടത്തെയും വാല്യൂ ഈക്വൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ജംപ് നോ ക്യാരി ടു L2 എന്ന് വെച്ചാൽ ഈ ക്യാരിയുടെ കേസ് നമ്മൾ എപ്പോഴാണ് കണ്ടത്? ക്യാരിയുടെ കേസ് നമ്മൾ കണ്ടത് നമുക്ക് അക്യുമുലേറ്ററിന്റെ വാല്യൂ വലുതാണെങ്കിൽ നമുക്ക് ക്യാരി 0 ആണ്. അക്യുമുലേറ്ററിന്റെ വാല്യൂ ചെറുതും R6 വാല്യൂ വലുതും ആണെങ്കിൽ ക്യാരി 1 ആണ്. അപ്പോൾ നോ ക്യാരി എന്ന് പറഞ്ഞാലത്തെ കണ്ടീഷൻ എന്താ? അക്യുമുലേറ്ററിന്റെ വാല്യൂ വലുതാണ്. ക്യാരി 1 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അക്യുമുലേറ്ററിന്റെ വാല്യൂ ചെറുതാണ് എന്നാണ് അർത്ഥം. സോ ഇവിടെ ഞാൻ പറയേണ്ടത് എന്താണ്? അപ്പോൾ കമ്പയർ JNE അല്ലെ, കമ്പയർ ജംപ് നോട്ട് ഈക്വൽ A,R6, ഈ രണ്ട് കണ്ടീഷനിൽ ഏതാണെങ്കിലും നമ്മൾ L1ലോട്ട് ജമ്പ് ചെയ്യും. ഇനി L1 വന്നു കഴിഞ്ഞാൽ ജംപ് നോ ക്യാരി ടു L2. ക്യാരി ഇല്ലെങ്കിൽ ദാറ്റ് മീൻസ് എന്താണ്? ക്യാരി ഇല്ലെങ്കിൽ ദാറ്റ് മീൻസ് അക്യുമുലേറ്ററിന്റെ വാല്യൂ ആണ് വലുത്. അക്യുമുലേറ്ററിന്റെ വാല്യൂ ആണ് വലുതെങ്കിൽ എങ്ങോട്ട് പോകണം? L2ലോട്ട് പോകണം. അക്യുമുലേറ്ററിന്റെ വാല്യൂ ആണ് വലുതെങ്കിൽ നമുക്ക് അവിടെ ഓപ്പറേഷൻ ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് ഡിക്രിമെന്റ് ജംപ് നോട്ട് 0. ഡിക്രിമെന്റ് ജംപ് നോട്ട് 0 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്യുമുലേറ്ററിന്റെ വാല്യൂ വലുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിക്രിമെന്റ് ചെയ്യണം. R7ലുള്ള കൗണ്ടിനെ ഒരു പ്രാവശ്യം ഡിക്രിമെന്റ് ചെയ്യണം അല്ലെ, നോട്ട് 0. അപ്പോൾ ആ ഡിക്രിമെന്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിക്രിമെന്റ് ചെയ്തിട്ട് നോട്ട് 0 അല്ലെങ്കിൽ വി നീഡ് ടു എന്ത് ചെയ്യണം? വി നീഡ് ടു ഡിക്രിമെന്റ് ദ വാല്യൂ ഓഫ് 0, 9. സോ ഇനി ഈ വാല്യൂ 0 അല്ലെങ്കിൽ R7ത്തെ വാല്യൂ 0 ആയിട്ടില്ല, ഡിക്രിമെന്റ് ചെയ്ത് 0 ആയിട്ടില്ല, അപ്പൊ 0.82 ആയിട്ടുണ്ടാവുള്ളൂ. ആ കണ്ടീഷൻ ആണെങ്കിൽ വി നീഡ് ടു ഡു, ഒരു പ്രാവശ്യം ഡിക്രിമെന്റ് നടന്നിട്ടുള്ളൂ അല്ലെ, ഇതിങ്ങനെ പിന്നെയും നടക്കണം. സോ വി വിൽ ഗോ ടു ദ ലൂപ്പ് ബാക്ക് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ഇൻക്രിമെന്റ് R0 ഇനി അടുത്ത അഡ്രസ് ലൊക്കേഷനിലേക്ക് പോകും. ആ അഡ്രസ് ലൊക്കേഷനത്തെ വാല്യൂനെയും അക്യുമുലേറ്ററിൽ ഇപ്പോൾ നിലവിലുള്ള വലിയ വാല്യൂനെയും നമ്മൾ അഗെയിൻ കമ്പയർ ചെയ്യും. ഇത് ഇങ്ങനെ ഫർദർ ഇങ്ങനെ ഡിക്രിമെന്റ് നടന്നുകൊണ്ടേയിരിക്കും. സോ ഇനി ഡിക്രിമെന്റ് ജംപ് ക്യാരി അല്ലെ, ജംപ് നോ ക്യാരി L2 ആണ്. ക്യാരിയില് നോ ക്യാരി ഉണ്ടെങ്കിൽ അക്യുമുലേറ്ററിലാണ് വലുതെങ്കിൽ L2ലേക്ക് ജംപ് ചെയ്യുക, കൗണ്ടറിലത്തെ കൗണ്ട് ഡിക്രിമെന്റ് ചെയ്യുക. കൗണ്ടറിലത്തെ ഡിക്രിമെന്റ് ചെയ്തതിന് ശേഷം ബാക്കിലോട്ട് പിന്നെയും എഗെയിൻ ഗോ ടു 0 അല്ലെങ്കിൽ 0 ആണെങ്കിൽ എക്സിറ്റ് ചെയ്യുക, 0 അല്ലെങ്കിൽ എഗെയിൻ ഇൻക്രിമെന്റ് R0 കൊടുക്കുക. ബട്ട് ഇഫ് എന്താണ് ക്യാരി ഉണ്ടെങ്കിൽ എന്താണ് അർത്ഥം? R6 രജിസ്റ്ററിലുള്ള വാല്യൂ ആണ് വലുത്, അക്യുമുലേറ്ററിന്റെ വാല്യൂ ചെറുതാണ്. സോ ജംപ് നോ ക്യാരി ടു L2. ബട്ട് നോ ക്യാരി അല്ല, ദർ ഈസ് എ ക്യാരി, L2ലേക്ക് പോവില്ല. പകരം നമ്മൾ എന്ത് ചെയ്യും? R6 കണ്ടന്റിനെ അക്യുമുലേറ്റർ രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്ത് വെക്കും. അപ്പൊ ഇപ്പൊ നിലവിൽ എന്താണ്? അക്യുമുലേറ്ററിലാണ് വലിയ വാല്യൂ കിടക്കുന്നത്. നൗ വി വിൽ മൂവ് ടു ദിസ് DJNZ അല്ലെ, എന്ന് വെച്ചാൽ ഡിക്രിമെന്റ് ജംപ് നോട്ട് 0. ഇനി നമ്മൾ ഈ R7ത്തെ വാല്യൂ ഒന്നും കൂടെ നോക്കും. 0 കൗണ്ട് ആയിട്ടുണ്ടോ? ഇല്ല. സോ എവിടേക്ക് പോകണം? പിന്നെയും ബാക്ക് ടു R0. 13H നമ്മൾ എടുത്തിരുന്നത് 14Hലേക്ക് പോയിട്ടുണ്ടാവും. 14Hത്തെ വാല്യൂനെ എടുത്ത് R6ൽ മൂവ് ചെയ്തിട്ടുണ്ടാവും. R6ൽ വന്ന ആ വാല്യൂ അക്യുമുലേറ്ററിൽ നിലവിൽ ഇപ്പൊ നമ്മൾ വെച്ചേക്കണ വലിയ വാല്യൂ നമ്മൾ ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. കമ്പയർ ചെയ്തിട്ട്
എപ്പോഴാണോ നമ്മുടെ 9 ഇതും ഇവിടെ ഡിക്രിമെന്റ് ചെയ്ത് കൗണ്ടർ 0 ആവുന്നത് അതുവരെയും ഈ പ്രോസസ്സ് ഇവിടെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ നമുക്ക് എപ്പോഴാണോ ഇത് 0 ആവുന്നത്, കൗണ്ടർ കൗണ്ട് ചെയ്ത് 0 ആവുന്നത്, ആ സമയത്ത് നമ്മൾ എക്സിറ്റ് എന്നുള്ള ലൂപ്പിലോട്ട് പോകും. എക്സിൽ എന്താണ് എക്സിറ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ കൗണ്ടർ 0 ആയി കഴിഞ്ഞാൽ അർത്ഥം എന്താണ്, നമുക്ക് ഇതുവരെയുള്ള കമ്പാരിസൺ ഒക്കെ ചെയ്തു, അക്യുമുലേറ്റർ രജിസ്റ്ററിലാണ് ഇപ്പൊ നിലവിൽ ഏറ്റവും വലിയ വാല്യൂ കിടക്കുന്നത്. സോ വി ക്യാൻ നൗ ജംപ് ടു എക്സിറ്റ് ഇൻസ്ട്രക്ഷൻ. ബട്ട് ഇനി ഇവിടെ നോക്കുക, SANE A,R6 എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഈക്വൽ അല്ലെങ്കിൽ L1 എന്നൊക്കെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് അല്ലെ. ഈക്വൽ ആണെങ്കിലോ, സപ്പോസ് അക്യുമുലേറ്ററിലും R6ലും വന്ന വാല്യൂ രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്യും? ആ സമയത്ത് ഞാനിവിടെ ഡയറക്റ്റ് ജമ്പ് ചെയ്താണ്, ജംപ് ടു L2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ വാല്യൂസ് രണ്ടും ഈക്വൽ ആണ്. നേരെ L2ലേക്ക് ചാടി. L2ൽ എന്താണ്, ഇനി അഗെയിൻ ഞാൻ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം കമ്പാരിസൺ അവിടെ കഴിഞ്ഞിട്ടുണ്ട്, അവർ ഈക്വൽ ആണ്. ഇനി ഒരു പ്രാവശ്യം കൂടി കൗണ്ട് ഡിക്രിമെന്റ് ചെയ്യും. അഗെയിൻ വി വിൽ മൂവ് ബാക്ക് ടു ബാക്ക്. അഗെയിൻ R0ത്തെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും, ഇൻക്രിമെന്റ് ചെയ്യും. ആ വാല്യൂ വെച്ചിട്ട് കമ്പാരിസൺ നടക്കും. ഇതേ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണോ കൗണ്ടർ 0 ആവുന്നത് ആ സമയത്ത് നമുക്ക് ഫൈനലി അക്യുമുലേറ്ററിൽ വലിയ വാല്യൂ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഈ 10 മെമ്മറി ലൊക്കേഷനിൽ വെച്ചാൽ ലാർജസ്റ്റ് വാല്യൂ വിൽ ബി that we will get in the accumulator register, and after the counter becomes 0 we will go to the exit step. So exit loopil പോകും നമ്മൾ, എന്നിട്ടുണ്ടാവും SGM എക്സിറ്റ് ചെയ്യും, പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. സോ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്.